അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്തിനാണ് പോസ്റ്റ് ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ കോതമംഗലം എൻ്റെ ജീവിതം നശിപ്പിച്ചു, അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ഇട്ടത് എന്നാണ്. പോസ്റ്റിലൂടെയാണ് ഭീഷണിപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. നമുക്കിപ്പം എ കെ അഭിലാഷ് കോഴിക്കോടുണ്ട്. എ കെ അഭിലാഷ്, കോഴിക്കോട് കസ്റ്റഡിയിലെടുത്ത അജയ്യെ കണ്ണൂരിലുണ്ട്. എ കെ അഭിലാഷ്, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നമ്മുടെ അർജുനായങ്കിക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും സാധ്യമായ എല്ലാ വകുപ്പുകളും ചുമത്താനുള്ള ഒരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കാപ്പയടക്കമുള്ള വകുപ്പുകൾ ചുമത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത്തരത്തിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ഊരിപ്പോരുക എളുപ്പമാവില്ല എന്ന് തന്നെയാണ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 2 മണിക്കൂറെങ്കിലും ഇനിയും സമയം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അർജുൻ നായങ്കി വളരെ ഒരു കൂസലുമില്ലാതെ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. നിയമത്തിന്റെ വഴിയിലുള്ള തന്റെ പോരാട്ടം ഇനിയും തുടരുമെന്നാണ് ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുമ്പ് പോലീസിനോട് പറഞ്ഞത്. കാരണം താൻ നിയമത്തിന്റെ വഴിയിലാണ്, താനല്ല തെറ്റ് ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് അക്കാര്യങ്ങളൊക്കെ പറയുകയും ഇനിയും പുറത്തിറങ്ങി നിയമത്തിന്റെ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്നും അത് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിലൊക്കെ അർജുൻ നായങ്കി ഉൾപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടും കൂടുതൽ കേസുകൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് പല സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ കേസുകൾ വരികയാണെങ്കിൽ ആ കേസുകളിലൊക്കെ പ്രതിയാവാനുള്ള സാധ്യത കൂടി വരുമ്പോൾ അർജുൻ നായങ്കിക്ക് ജാമ്യം കിട്ടുക എന്നത് എളുപ്പമാവില്ല. ഏതായാലും ഇന്നിപ്പോൾ കണ്ണൂരിൽ ചോദ്യം ചെയ്യുന്നത് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ള പരാതിയിലെ കേസിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിന് ശേഷം എറണാകുളത്ത് നിന്ന് പോലീസ് ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും ട്രാൻസിറ്റ് വാറന്റോട് കൂടി എറണാകുളത്തേക്ക് കൊണ്ടുപോകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് വൈകുന്നേരത്തോടു കൂടി മാത്രമേ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ള സൂചനകൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വളരെ ഒരു കൂസലുമില്ലാതെ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ട് താൻ പിടിച്ച നിലപാട് ശരിയാണ് എന്ന് ആവർത്തിച്ചുകൊണ്ടാണ് അർജുൻ നായങ്കി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അർജുൻ നായങ്കി എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരുന്ന പത്രം ജന്മഭൂമിയുടെ പത്രമാണ്. പോലീസ് സ്റ്റേഷനിൽ കിടന്ന പത്രം എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സീൻ കൂടി നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കൈവിലങ്ങൊക്കെ അണിയിച്ച് ഒരു കൂസലുമില്ലാതെയാണ് അർജുൻ നായങ്കി സ്റ്റേഷനിൽ തുടരുന്നത്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്.